നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹരോഹ വരാഹ സർവകഷ്ട വിദ്വേഷണം. ഇത് വന്നിട്ട് ഏത് മാസാണെന്ന് എല്ലാവർക്കും അറിയാം. പங்குനി മാസം, മീനമാസം. ഇംഗ്ലീഷിൽ വന്നിട്ട് ഏപ്രിൽ മാസം. ഈ പங்குനി മാസം എന്ന് പറഞ്ഞാല് ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കണ്ടുവരുന്നത്. ദൈവങ്ങൾക്ക് എന്നുള്ള മാസം എന്നാണ് പറയപ്പെടുന്നത്. നിറയെ ദൈവങ്ങള് അവതാരം എടുത്ത നാള്, നിറയെ ദൈവങ്ങൾക്ക് വന്നിട്ട് വിശേഷമുള്ള ഒരു മാസം, നിറയെ ദൈവങ്ങളിന് ശക്തികൾ കൂടിയ ഒരു മാസം. അങ്ങനെ നോക്കിയാല് പங்குനി മാസം, മീനമാസം എന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മാസം. അങ്ങനെയൊക്കെ നിറയെ കാര്യങ്ങൾ വന്നിട്ട് ഐതിഹ്യമായിട്ട് ഇരിക്കുന്നുണ്ട്. ദൈവങ്ങൾ ശക്തി കൂടിയ മാസം ഏതെന്ന് ചോദിച്ചാല് ഈ പங்குനി മാസം എന്നേ പറയാനൊക്കത്തുള്ളൂ. ഈ ഏപ്രിൽ മാസത്തില്, അതായത് പங்குനി മാസത്തില്, ഈ മാസം തീരുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു മുഖ്യമായ വിഷയം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മാസം തീരും മുന്നേ നിങ്ങൾ ചെയ്തോളുക. ഒത്തിരി പവർഫുൾ ആയതും എന്നാൽ ഒത്തിരി സിമ്പിൾ ആയി ചെയ്യാവുന്നതുമായ ഒരു വിഷയം. അതായത് യാതൊരു തരത്തിലുള്ള റൂൾസ് ഇല്ല, ഒരു കെട്ടുപാടുകളും ഇല്ലാത്ത ഒരു വഴിപാട്. ഒത്തിരി എളിമയായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതെന്താന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇത് പഞ്ചമി തിഥി അപ്ഡേറ്റ് ആണ് വരുന്നത്. തേയ്പ്ര പഞ്ചമി ചൊവ്വാഴ്ച 7-ാം തീയതിയാണ് പഞ്ചമി തിഥി വരുന്നത്. 6-ാം തീയതി തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടെ പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓൾറെഡി ഞാൻ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് പകർന്നിട്ടേ വരുന്നതാണ്. എന്നാലും നമ്മളുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്നവർക്ക് ഇതിൽ പങ്കെടുക്കണം വെച്ചാല് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയി തരുന്നതാണ്. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കും വേണമെങ്കിൽ ചേരാവുന്നതാണ്. അങ്ങനെ ചേരുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്തിട്ടിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക. അപ്പൊ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഏപ്രിൽ മാസം പங்குനി മാസത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതെന്ന്. ഈ പங்குനി മാസത്തിൽ വന്നിട്ട് നിറയെ ദൈവങ്ങൾക്ക് വന്നിട്ട് നിറയെ ശക്തികൾ കിട്ടിയിട്ടുള്ള ഒരു മാസം, നിറയെ വിജയങ്ങള് കൊണ്ടുതരുന്ന ഒരു മാസം, നിറയെ സിദ്ധികൾ കൈവരിക്കപ്പെടുന്ന ഒരു മാസം. അങ്ങനെയുള്ള ഒരു മാസമാണ് ഈ പங்குനി മാസം. ഇതിൽ വന്നിട്ട് ഒരു ചില മുറ നമ്മൾ പിന്തുടർന്ന് വരുന്നത് വളരെ നല്ലതായിരിക്കും. ശരിയാ? ഇത് വന്നിട്ട് ബുദ്ധിസമില് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്ത് അത് ഫോളോ ചെയ്ത് വരുന്ന ഒരു മുറ. ഇവർ വന്നിട്ട് വഴക്കമായി എല്ലാ മുറയിലും ചെയ്യും. പക്ഷെ പங்குനി മാസം വന്നാല് ഇത് ചെയ്യാതെ ഇരിക്കേയില്ല, ചെയ്തിരിക്കും തീർച്ചയായിട്ടും. എന്ത് പേല ഇരുന്നാലും ശരി പங்குനി മാസത്തില് ഇത് ചെയ്തിടலாம். അതായത് ഉടനെ തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചപടി കാര്യങ്ങൾ നടക്കുന്നുവോ അങ്ങനെ ചോദിച്ചാല് ഇല്ല. ഏതോ ഒരു കാരണത്താല് ഒരു ചില കാര്യങ്ങൾ മാത്രം അങ്ങനെ സ്റ്റോപ്പ് ആയതുപോലെ നിൽക്കും. ഇപ്പൊ നമ്മളൊരു 3 കാര്യം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കും, 2 കാര്യം നടക്കില്ല. അല്ലെങ്കിൽ 2 കാര്യം നടക്കും, 1 കാര്യം നടക്കില്ല. അങ്ങനെ ഒരു ചില വിഷയങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചു വരുന്നതാണത്. അങ്ങനെ നിന്നിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു വിഷയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഞാനീ പറയാൻ പോകുന്ന വിഷയത്തെ അവശ്യം ഫോളോ ചെയ്തോളുക. നിങ്ങളുടെ ഇഷ്ട ദൈവം അത് ഏത് ദൈവത്തിനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്, മനസ്സിൽ കരുതാവുന്നതാണ്. ഒന്നറിയാലോ, പங்குനി മാസം എന്ന് പറഞ്ഞാലേ മുരുകരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. മുരുകരെ നിങ്ങൾക്ക് നനയ്ക്കാം മനസ്സിൽ, വരാഹി അമ്മനെ നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം. ആരാണോ നിങ്ങളുടെ കുലദൈവം ആ ഭഗവാനെ നിങ്ങൾക്ക്, ആ ഭഗവതിയെ നിങ്ങൾക്ക് മനസ്സിൽ കരുതാം. നിങ്ങളുടെ ഇഷ്ടദൈവം, നിങ്ങൾക്ക് പിടിച്ച ദൈവം ആരിയ്ക്കുന്നുവോ അവരെ നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിച്ച് മനസ്സിൽ അവരോട് നിങ്ങൾ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വിഷയം ചെയ്തോളുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്തോളുക. ഞാനൊന്ന് പറഞ്ഞല്ലോ, ബുദ്ധിസമിൽ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഫോളോ ചെയ്ത് വരുന്നതെന്ന്. അവർ വന്നിട്ട് ഇത് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാല് ഡെയിലി രാവിലെ ബ്രഹ്മമുഹൂർത്ത നേരത്തിന് ചെയ്യും. എന്നാൽ ബ്രഹ്മമുഹൂർത്ത നേരത്തിന് ചെയ്യാൻ പറ്റാത്തവര് രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ ചെയ്യും. അതുമല്ലാച്ചാല് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ വിഷയം ചെയ്യും. മനസ്സിലായല്ലോ? ഇതാണ് ടൈമിങ്, ഈ വഴിപാട് നമുക്ക് ചെയ്യേണ്ട ടൈമിങ്. നിങ്ങൾ ഈ വിഷയം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിങ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തോളുക. ഇപ്പോ ഇത് ഒരേ ഒരു വാക്യമേ ഉള്ളൂ. ഈ വാക്യം വന്നിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മാത്രം മതി. ഡെയിലി നിങ്ങൾ 44 ടൈംസ്
44 ടൈംസ് 44 തവണ ഈ വാക്യം ചൊല്ലണം. ഒന്നേൽ രാവിലെ അല്ലെങ്കിൽ രാത്രി, ഏതോ ഒരു സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തോളുക. ദെൻ 44 ടൈംസ് ഈ വാക്ക് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. നോക്കിക്കോളൂ, ഞാൻ ഈ വാക്യം വന്നിട്ട് ഇതൊരു മന്ത്രവാക്യമാണ്. ഇതിനെ ഞാൻ ഓരോരോ വേർഡായിട്ട് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ട് എഴുതി വെച്ചോളൂ. ഓം ജംബല ജലേന്ദ്രയേ സ്വാഹ. ഓം ജംബല ജലേന്ദ്രയേ സ്വാഹ. ഓം ജംബല ജലേന്ദ്രയേ സ്വാഹ. ഇതാണ് ആ മന്ത്രം. ഇതിനെ വന്നിട്ട് മന്ത്രം എന്നും പറയാം, വാക്യമെന്നോ ഒരു വരിയെന്നോ, അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവോ അതുപോലെ മനസ്സിൽ കരുതാവുന്നതാണ്. ഇത് ബുദ്ധിസമിൽ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഫോളോ ചെയ്തു പോകുന്നത്. നിറയെ നന്മകൾ നടക്കും. നമ്മളൊരു മോശപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുകയാണ്, ഒരു പ്രശ്നത്തിൽ ഇരിക്കുകയാണ്, ഉടനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിൽക്കുന്ന ഇടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇതിന്റെ വകയിൽ നിറയെ വിജയം കിട്ടിയവർ ഒരുപാട് പേരുണ്ട്. അത് ഞാൻ പകർന്നു കൊടുത്ത് വിജയം വന്നവര് എന്റെ മുന്നേ വന്ന് അത് അത്രയ്ക്കും പവർഫുൾ ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. സോ ഈ വേർഡ് നിങ്ങൾ ഫോളോ ചെയ്തോളുക, ഈ മന്ത്രവാക്യം. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ദീപം വെക്കണമെന്നോ ഇല്ല സ്വാമിക്ക് പ്രസാദം വെക്കണമെന്നോ അങ്ങനെ യാതൊരു റൂൾസും ഇല്ല. മനസ്സിലേ കരുതിയിട്ട് ഇത് 44 തവണ നിങ്ങൾ ചൊല്ലിയാൽ മാത്രം മതി. ഇതിൽ വന്നിട്ട് ഇനിയൊരു മുഖ്യമായ വിഷയം എന്താ വെച്ചാല്, ഈ വാക്യത്തിന്റെ പവർ എങ്ങനെ വെച്ചാല് പ്രപഞ്ചമേ നമുക്ക് സഹായിക്കും. അതായത് യൂണിവേഴ്സ് നമുക്ക് കൈകൊടുക്കുമെന്ന്. ഈ വാക്യം നമ്മൾ, ഈ മന്ത്രവാക്യം നമ്മൾ ചൊല്ലുമ്പോൾ പ്രപഞ്ചശക്തിയും കൂടെ ചേർന്ന് നമുക്ക് ഉദവി ചെയ്യും, നമ്മളെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. സോ തീർച്ചയായും നിങ്ങൾ ഈ വാക്ക് ചൊല്ലിക്കോളുക. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കും, പല മെത്തേഡ് ഇടുമ്പോൾ സിസ്റ്റർ ഇത് വന്നിട്ട് ഞങ്ങള് പണം വരാൻ വേണ്ടിയിട്ട് ഇത് ഫോളോ ചെയ്യാമോ എന്നൊക്കെ പല സിസ്റ്റേഴ്സും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പണം വരുന്നതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരൂ, കടം തീർക്കാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരൂ, അങ്ങനെയൊക്കെ. ഒന്ന് ഓർത്തോളുക, നമ്മുടെ വീഡിയോയിൽ ഞാനിടുന്ന ഓരോ പതിവിലും മാക്സിമം വന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുന്ന മാതിരി തന്നെ ഇരിക്കും. എല്ലാ വിഷയത്തിനും നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. പണം വരാനും കടം തീരാനും എല്ലാത്തിനും ഈ ഒരു മെത്തേഡ് കൂടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ഫലം നിങ്ങൾക്ക് കിട്ടും. ഇത് വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് വർക്കൗട്ട് ആവും. അത് നേടിയവർ ഒത്തിരി പേരുടെ ഫീഡ്ബാക്ക് അവർ പറഞ്ഞു തന്നത് കൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഇത് വിട്ടുകളയരുത്. ഇതെല്ലാം നമുക്ക് ഒത്തിരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനാലാണ് പ്രപഞ്ചമേ വന്നിട്ട് നമുക്ക് കൈ കൊടുക്കുന്നത്. സോ അവശ്യം നിങ്ങൾ ഇതെല്ലാം വന്ന് ചെയ്തോളുക. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഇടത്തിൽ നിങ്ങൾക്ക് പോകണം. നിങ്ങളുടെ ലൈഫ് പോയി ചേരണം. ഒരു സക്സസ്ഫുൾ വിമണായി മാറണം, ഒരു സക്സസ്ഫുൾ മാനായിട്ട് മാറണം. നിറയെ സക്സസ് നിങ്ങൾക്ക് വന്നിട്ടേ ഇരിക്കണം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ജയിച്ചിട്ടേ ഇരിക്കണമെങ്കിൽ ഈ മെത്തേഡ് വന്നിട്ട് നിങ്ങൾക്ക് ധാരാളമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഒരു ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിലിരുന്ന് കൂടെ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. എന്നാലും മറന്നു പോകരുത്, 44 തവണ 44 ടൈംസ് നിങ്ങൾ ചൊല്ലിക്കൊള്ളണം. ഇത് വന്നിട്ട് ഒരേ ഒരു ദിവസം ചൊല്ലിയിട്ട് അപ്പടിയേ നിങ്ങൾക്ക് ഇത് കളയാം, വിട്ടുകളയാം, അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട. ഇതിന് വന്നിട്ട് ഒരു കൗണ്ട് ഇരിക്കുന്നുണ്ട്. 2044 ടൈംസ്, 2044 തവണ നിങ്ങൾ ഇത് ചൊല്ലി മുടിക്കണം. ശരിയാ? 2044 ടൈംസ്. ഇത്രയും തവണ നിങ്ങൾ ഇത് ചൊല്ലണം. ഇത്രയും തവണ നിങ്ങൾ ഇത് ചൊല്ലിയാല് നിങ്ങൾ എന്ത് വിഷയം മനസ്സിൽ കരുതുന്നുവോ, നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും. സത്യമായി നടക്കും. അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല. സോ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ 2044 തവണ തന്നെ ഇന്ന് തന്നെ ഇത് എങ്ങനെ 2044 തവണ ചൊല്ലും എന്നൊക്കെ ചോദിച്ചാല് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേ വേണ്ട. പங்குനി മാസം തീരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ 2044 തവണ കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ പിരിച്ച് അതൊക്കെ തകർന്ന മാതിരി നിങ്ങൾ ഒരു കൗണ്ട് എടുക്കുക. ഇപ്പൊ 44 എന്നുള്ളത് കൂടുതലോ ആ രീതിയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ശരിയാ? ഒരു 200, ഒരു 250, 100 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ പിരിച്ചെടുക്കുക. പിരിച്ചെടുത്തിട്ട് പங்குടി മാസം തീരും മുന്നേ നിങ്ങൾ ഇത് ചൊല്ലിക്കൊള്ളുക. അങ്ങനെ നിങ്ങൾ പിരിച്ച് 2044 തവണ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലിക്കൊള്ളുക. എല്ലാത്തിനും ഒരു കോരികയായിരിക്കുമല്ലേ നടക്കണമെന്നുള്ളത്. അത് തീർച്ചയായിട്ടും നടക്കുന്നതിന് ഇതൊരു സൂപ്പറായ മെത്തേഡ്.
ഇതൊരു ബെറ്റർ ചാൻസ് ആണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളുക. ഇത് വന്നിട്ട് അധികമായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല്, അതായത് വേപ്പമരം ഇരിക്കുമില്ലേ, ബുദ്ധിസത്തിൽ വന്നിട്ടാണ് ഇതിങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത്. വേപ്പ് മരത്തിൽ തൊട്ട് നിന്ന് ഇത് ചൊല്ലുമെന്നാണ് പറയുന്നത്. അതായത് വേപ്പ് മരം എന്നാല് ദൈവങ്ങൾ കൂടുതൽ അധിവസിക്കുന്നത്. ആൽമരത്തിലൊക്കെ ദൈവങ്ങൾ കുടിയിരിക്കുമല്ലേ, അതുപോലെ വേപ്പ് മരത്തിലും ഒത്തിരി ദൈവങ്ങൾ കുടിയിരിക്കും എന്നാണ് ഐതിഹ്യം പറയുന്നത്. നിറയെ വിജയത്തെ കൊടുക്കുന്നതിന് വേപ്പുമരം എന്ന് പറയുന്നത് നമുക്കൊരു തുണയായിരിക്കുന്ന ഒന്ന്. സോ വേപ്പുമരത്തിൽ തൊട്ടുകൊണ്ടോ വേപ്പുമരത്തടിയിൽ ഇരുന്നിട്ട് പറയുന്നതോ ഭയങ്കര പവർഫുൾ ആണെന്ന് പറയപ്പെടുന്നു. അത് പറ്റാത്തവർക്ക് വേപ്പില എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇത് ചൊല്ലുന്നതും അത് അതിൻ്റെതായ രീതിക്ക് നമുക്ക് ഫലം തരുന്നതിന് പെട്ടെന്ന് ഗുണം ചെയ്യും. നിങ്ങളുടെ വീടിന്റെ അടുത്ത് വേപ്പമരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചു നിന്നോ അല്ലെങ്കിൽ ഇല പറിച്ച് കയ്യിൽ വെച്ചിട്ടോ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. നിങ്ങളിത് സാധാരണമായി ഒന്ന് ചൊല്ലിയാൽ മാത്രം മതി. എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ വാർത്തയെ ചൊല്ലിക്കൊള്ളുക, അങ്ങനെയാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായ വിഷയം അവശ്യം ചെയ്തോളുക. ഏതോ ഒരു വകയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യം സക്സസ് ആയി മാറിടും. വീഡിയോക്കുള്ളിൽ എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.